നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വായ്നാറ്റത്തെക്കുറിച്ചാണ്. പലരെയും അലട്ടാറുള്ളത് മനോവിഷമത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വായ്നാറ്റം എന്ന് പറയുന്നത്. ഇതൊരു രോഗമല്ല, പല രോഗങ്ങളുടെയും ലക്ഷണം മാത്രമാണ്. ശുചിത്വമില്ലായ്മ, തൊണ്ടയിലുണ്ടാകുന്ന രോഗങ്ങൾ, മോണപ്പഴുപ്പ്, കൃമി രോഗങ്ങൾ, ആമാശയത്തെയും കരളിനെയും ബാധിക്കുന്ന രോഗങ്ങൾ, മൂക്കിലുണ്ടാകുന്ന പഴുപ്പും മറ്റു രോഗങ്ങളും, പുകവലി തുടങ്ങിയവയെല്ലാം വായ്നാറ്റത്തിന് കാരണങ്ങളാണ്. ശുചിത്വമില്ലായ്മ തന്നെയാണ് വായ്നാറ്റത്തിന്റെ പ്രധാന കാരണം. ഭക്ഷണം കഴിച്ച ശേഷം നന്നായി വായ വൃത്തിയാക്കാതെ വരുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വായ്ക്കുള്ളിലെ ദ്വാരങ്ങളിൽ അടിഞ്ഞുകൂടുകയും അത് വായ്നാറ്റത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണശേഷം നന്നായി വായ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കിടക്കുന്നതിന് മുൻപ് വായ വൃത്തിയാക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഉറക്കത്തിന്റെ ദൈർഘ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നേരം പല്ലിൽ ഇരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മറ്റു രോഗങ്ങളുടെ ലക്ഷണമായി വരുന്ന വായ്നാറ്റം ആ രോഗങ്ങളുടെ പരിഹാരത്തിലൂടെ പൂർണ്ണമായും മാറുന്നതായിരിക്കും. ഇനി പറയുന്നത് കോമൺ ആയി വരുന്ന വായ്നാറ്റം മാറ്റാനുള്ള ചികിത്സാ വിധികളെ കുറിച്ചാണ്. ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് ഉപയോഗിച്ച് ദിവസം 2 നേരം പല്ല് തേക്കുന്നത് വളരെയധികം നല്ലതാണ്. മുറുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ, അത് മാറ്റാൻ കഴിയാത്തവരുമാണ് നിങ്ങളെങ്കിൽ അതിനോടൊപ്പം കച്ചോലവും ചേർത്ത് മുറുക്കുന്നത് പല്ല് വൃത്തിയാക്കാൻ ഏറ്റവും നല്ലതാണ്. ഏലത്തരി ചവച്ചുകൊണ്ടിരിക്കുന്നത് വായ്നാറ്റം അകറ്റാൻ ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ്. ഗ്രാമ്പു തൈലം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കവിൾ കൊള്ളുന്നത് വായ്നാറ്റം അകറ്റാൻ ഏറ്റവും ബെസ്റ്റ് ഒറ്റമൂലിയാണ്. അതുപോലെ തന്നെ നാരങ്ങ നീര് കവിൾ കൊള്ളുന്നതും കുടിക്കുന്നതും വായ്നാറ്റം അകറ്റാൻ നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് വായ്നാറ്റത്തെക്കുറിച്ച് പറയാനുള്ളത്. വായ്നാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ തുടക്കത്തിലെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അത് നല്ലതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.